കൊട്ടിയൂർ പാൽച്ചുരം റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അതുവഴിയുള്ള ഗതാഗതം നവംബർ 13 വരെ പൂർണ്ണമായി നിരോധിച്ചിരുന്നു. എന്നാൽ ഈ പാതയിലൂടെ ദിനംപ്രതി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഉൾപ്പെടെ രാവിലെ 9 മണി വരെയും വൈകുന്നേരം 5 മണിക്ക് ശേഷവും ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ജോലിക്ക് പോകുന്നവരെയും ജോലി ചെയ്യാൻ എത്തുന്നവരെയും കടത്തിവിടാതെ ബസ്സുകളെ കടത്തിവിടുന്നു. ഇത് വലിയ രീതിയിലാണ് നാട്ടുകാരെ ബാധിക്കുന്നത്. ഈ പാൽച്ചുരം റോഡ് പണി നടക്കുന്നതിനാല് 13 വരെ ആ വഴിക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒരു തീരുമാനം കണ്ടു. ആ തീരുമാനം കുഴപ്പമില്ല, പണി നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കേളകം, കണിച്ചാർ, കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ നിന്ന് വയനാട്ടിൽ പോയി പഠിക്കുകയും അതുപോലെ ജോലി ചെയ്യുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വയനാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് അവർ ഡെയിലി പോയി വരുന്നവരാണ്, 10-30 കിലോമീറ്റർ. അപ്പൊ അവർക്ക് രാവിലെ 9 മണിക്ക് മുമ്പും 2 വീലർ പോലെയുള്ള സംവിധാനമെങ്കിലും വൈകുന്നേരം 5 മണിക്ക് ശേഷവും 2 വീലറെങ്കിലും കടത്തി വിടുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നൊക്കെ അവിടെ 5 മണി കഴിയുമ്പോൾ അവിടെ ഒരു ബസ് കടത്തി വിടുന്നുണ്ട്. ആ ബസ് കടത്തി വിട്ടതിന് ശേഷം പോലും 2 വീലറുകാരെ കടത്തിവിടാത്ത സാഹചര്യമുണ്ട്. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ടുഡേ വിഷൻ, കണ്ണൂർ.